പ്രിയപ്പെട്ടവരെ നമസ്കാരം. പാലക്കാട് ജില്ലാ കേരളോത്സവം ഫ്ലവർ അറേഞ്ച്മെൻറ്റിൻ്റെ മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ വിവിധ ഇനം പൂക്കളും അതുപോലെ തന്നെ ചെടികളുടെ ഇതര ഭാഗങ്ങളും ഉപയോഗിച്ചാണ് ഫ്ലവർ അറേഞ്ച്മെൻറ്റുകളെല്ലാം തന്നെ ചെയ്യുന്നത്. വ്യത്യസ്ത ഭാവത്തിലും വ്യത്യസ്ത രീതിയിലുള്ള അറേഞ്ച്മെൻറ്റുകളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പഞ്ചായത്ത് തലത്തിലുള്ള മത്സരങ്ങളിലും അതുപോലെ തന്നെ ബ്ലോക്ക് തലത്തിലുള്ള മത്സരങ്ങളിലും ഒന്നാമതെത്തിയിട്ടുള്ള ആളുകൾക്ക് മാത്രമേ ജില്ലാ തലത്തിൽ മത്സരിക്കാനുള്ള അവകാശമുള്ളൂ. അങ്ങനെ എത്തിയിട്ടുള്ള കുറച്ച് മത്സരാർത്ഥികളാണ് ഇവിടെ മത്സരിക്കുന്നത്. നമുക്ക് കാണുമ്പോൾ കറിവേപ്പിലാണെന്ന് തോന്നുമെങ്കിലും ഒരു വ്യത്യസ്ത തരം ഇലയാണ് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല നല്ല ഭംഗിയോടുകൂടി നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ ഈ അറേഞ്ച്മെൻറ്റുകളൊക്കെ കാണാൻ പറ്റുമെന്നാണ് എൻ്റെ വിശ്വാസം. ഈ മത്സരത്തിൽ ഏറ്റവും കൂടുതൽ പുഷ്പങ്ങളും അതുപോലെ അതിനോടനുബന്ധിച്ചിട്ടുള്ള സാധനങ്ങളും കൊണ്ടുവന്നിട്ടുള്ളത് നമ്മുടെ ഈ ചേട്ടനാണ് കേട്ടോ. അദ്ദേഹം ഭയങ്കരമായിട്ടുള്ള വർക്കുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വ്യത്യസ്ത ജെറിബ്രയൊക്കെ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. നല്ല വെറൈറ്റി പൂക്കളാണ് അദ്ദേഹത്തിൻ്റെ പക്കലുള്ളത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വർക്ക് നമുക്ക് കഴിഞ്ഞാൽ എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. പൂക്കളെല്ലാം കട്ടാന്ന് കട്ട് ചെയ്ത് ഇങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കണം നമ്മുടെ ചേട്ടൻ. ഈ അറേഞ്ച്മെൻറ്റ് മത്സരത്തിൽ എനിക്കെന്താ കാര്യം എന്ന് നിങ്ങൾ ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും. ഞാനും ചെറുതായിട്ടൊന്ന് പങ്കെടുക്കുന്നുണ്ട് ഈ മത്സരത്തിൽ. ഇപ്പം ഞാൻ ചെയ്തിട്ടുള്ള ഒരു വർക്കിൻ്റെ രൂപമാണ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. നാട്ടിലുള്ള സകലമാന റോഡ് സൈഡിലുള്ള പൂക്കളും ചെടികളൊക്കെ പറിച്ചുകൊണ്ട് വന്നിട്ടാണ് ഞാൻ ഈ ചെയ്യുന്നത്. 1-2 പൂക്കൾ മാത്രമേ പുറത്തുനിന്ന് വാങ്ങിയിട്ടുള്ളൂ. ബാക്കിയുള്ള എല്ലാം നമ്മുടെ റോഡ് സൈഡിലുള്ള ഓരോ വീടിൻ്റെയൊക്കെ സൈഡിൽ നിന്നൊക്കെ പറിച്ച് വന്നിട്ടുള്ള പൂക്കളാണ് കേട്ടോ. ഒരു വ്യത്യസ്ത തരം അറേഞ്ച്മെൻറ്റാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ തെങ്ങോലയും അതുപോലെ വിവിധ ഇനം പൂക്കളൊക്കെ വെച്ചിട്ട് മനോഹരമായിട്ട് തന്നെ ഇദ്ദേഹം ചെയ്യുന്നുണ്ട്. അപ്പോൾ കണ്ണിന് കുളിർമയേകുന്ന ഒരു പൂക്കളുടെ വസന്തം ഇവിടെ ഇങ്ങനെ നിരന്നിരിക്കുകയാണ്. അപ്പോൾ സമ്മാനം ആർക്കൊക്കെ കിട്ടുമെന്ന് നമുക്ക് കണ്ടറിയാം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ഞെക്കാനും അത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. മാത്രമല്ല പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ.